പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാതിക്രമ കേസാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർക്ക് വേണ്ടി നിരന്തരമായി പോരാടുന്ന ഒരു സംഘടനയാണ് മെൻസ് അസോസിയേഷൻ. വട്ടിയൂർക്കാവ് അജിത് എന്ന് പറഞ്ഞാൽ മെൻസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം സവാദിൻ്റെ കേസിലടക്കം പൂമാലയിട്ടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നിരന്തരമായി ഇപ്പോൾ സൈബർ അതിക്രമം അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതിജീവിതയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹവും ഈ വിഷയത്തിൽ അറസ്റ്റിലാകുകയാണെങ്കിൽ നിങ്ങൾ പൂമാലയിട്ട് സ്വീകരിക്കും? നമ്മളിപ്പോൾ നിലവിൽ ആദ്യം ഇപ്പോൾ അറസ്റ്റ് നമ്മുടെ രാഹുൽ ഈശ്വറായിരിക്കും നടക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ സൈബർ കേസുകൾ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടും മറ്റ് അതിജീവിതയുടെ സമ്മർദ്ദം കാരണമായിട്ടും ഒക്കെ അദ്ദേഹത്തെ അറസ്റ്റിലോട്ട് പോവുകയാണ്. അങ്ങനെ അറസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ, അദ്ദേഹം ജയിലിൽ കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ തിരിച്ചിറങ്ങുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കും. അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും ഈ കേസിൽ അറസ്റ്റ് വരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെയും പൂമാലയിട്ട് തന്നെ സ്വീകരിക്കും. കാര്യം അവരുടെ ഭാഗത്താണ് ശരി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി, ആ പെൺകുട്ടി അത് മറച്ചു വെച്ച് ഒരു യുവാവിനെ, രണ്ട് യുവാക്കളെ ഒരേ സമയം ചതിക്കുന്നത്. അപ്പോൾ സ്വന്തം ഭർത്താവിന് അതേ സമയം ആ സ്നേഹബന്ധത്തിൽ അവർ കഴിയുന്ന അതേ നിമിഷം വേറൊരു MLA ആയിട്ടുള്ള ജനപിന്തുണ കിട്ടി വലിയൊരു വിജയം കൈവരിച്ച പാലക്കാട് MLAയുമായിട്ട് ചങ്ങാത്തം കൂടുകയാണ്. അങ്ങോട്ട് മെസ്സേജ് അയക്കുകയാണ്, ഫേസ്ബുക്ക് വഴി അങ്ങോട്ട് മെസ്സേജ് അയച്ച് ചങ്ങാത്തം കൂടി അവരൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്. പ്രഗ്നൻ്റായി എന്നാണ് പറയുന്നത്. എത്ര ഗുരുതരമായിട്ടുള്ളൊരു കേസാണെന്ന് ആലോചിക്കണം നമ്മൾ. കല്യാണം കഴിഞ്ഞ് നിസ്സാര ദിവസത്തിനകത്ത് അവർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അപ്പോഴേ ജനങ്ങൾ അറിയുന്ന, നാട്ടുകാരറിയുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ഒരു MLA അദ്ദേഹത്തിന് പ്രണയം നടിക്കുകയും അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ ഗാർഹിക പീഡനമാണ്, എന്നെ തല്ലുന്നു, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തോട് ഒരു എന്താ പറയുക, ഒരു കുഞ്ഞിനെ വേണം എന്നുള്ള നിലയിലോട്ട് അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചു എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ എത്രമാത്രം അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കുടുംബജീവിതം അദ്ദേഹവും ആഗ്രഹിച്ച് കാണണം. കാര്യം അത്രത്തോളം ഈ പെൺകുട്ടി, കാര്യം ആ പെൺകുട്ടിയുടെ വോയിസൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം. കാര്യം നമ്മൾ അലിഞ്ഞു പോകും, ഒത്തിരിപ്പെട്ട ആണുങ്ങളെല്ലാം അലിഞ്ഞു പോകും. ആ രീതിയിലാണ്. കാരണം ഇപ്പോൾ ഇദ്ദേഹം MLA ആണെങ്കിലും അദ്ദേഹം ഒരു മനുഷ്യനല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധമാണത്. അതിൽ വീണുപോയി. ആ വീണപ്പോൾ അദ്ദേഹം എന്ത് കരുതി, ഒരു ജീവിതം ആഗ്രഹിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഒരു കുഞ്ഞിന് ജന്മം വേണം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു പുരുഷനും ഒരു പെൺകുട്ടിയുമായിട്ട് ചങ്ങാത്തം കൂടിയിട്ട് ഒരു കുഞ്ഞ് വേണമെന്ന് പറയില്ല. അവനവൻ്റെ കാര്യം കണ്ടിട്ട് പോവുകയല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് വേണമെന്ന് പറയുന്നു, ആ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. ഇനി ഇതൊക്കെ നടന്നുവെങ്കിലും പക്ഷേ ഇങ്ങനെ ഒരു കുഞ്ഞ് ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആണോ എന്നും കൂടി നമ്മൾ നോക്കണം. ഈ കുഞ്ഞ് ജന്മമായി, ഇതാ ഞാൻ പ്രഗ്നൻ്റാണ് എന്നൊക്കെ പറയുമ്പോഴും ആ കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആയിരുന്നോ, അതും കൂടി നമ്മൾ നോക്കണം. കാര്യം സ്വന്തം ഭർത്താവിനെ ചതിക്കാമെങ്കിൽ അടുത്തൊരു വേറൊരു പുരുഷനെ എങ്ങനെ ചതിക്കാതിരിക്കും? അത് നമ്മൾ കാണേണ്ടതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചു, അടുത്ത് ഈ കുഞ്ഞ് എന്ന് പറയുന്നത് വേറെ ആരുടെയെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്യും? കാരണം അതിനൊരു ഉദാഹരണമുണ്ട്. ബാലരാമപുരത്ത് ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു. ആ കേസിൽ ആ പെൺകുട്ടിക്ക് സഹോദരനുമായിട്ടും ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ബന്ധം ഉണ്ടായിരുന്നിട്ട് DNA ടെസ്റ്റ് നടത്തി, ഈ സഹോദരൻ്റെ നടത്തി, ഭർത്താവിൻ്റെ നടത്തി, എല്ലാം നടത്തി. പക്ഷേ ആ കുട്ടിയുടെ അല്ല, അച്ഛന്മാരല്ല അതൊന്നും. അപ്പോൾ പിന്നീട് അത് വിട്ടുകളഞ്ഞു എന്നുള്ള പോലീസ്. പിന്നീട് ഒരു അന്വേഷണം വേണ്ട. കാര്യം അതും 10, 20, 50 നോക്കിയാൽ പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇതാണ് ചില പെൺകുട്ടികളുടെ ക്രൂരമായിട്ടുള്ള നടപടി. ഇത് ശരിയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദുഷ്ടയായിട്ടുള്ള ചതിക്കുന്ന സ്ത്രീകളെ അവരെ നമ്മൾ പൊളിച്ചടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇപ്പോൾ ഞാനിപ്പോൾ സൈബർ സെല്ലിലോട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവരും, അദ്ദേഹത്തിന് വേണ്ടത് പിന്തുണ കൊടുക്കും. ഞങ്ങളിന്ന് സ്റ്റേഷൻ പിക്കറ്റിംഗ് വയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അത് പെട്ടെന്നുള്ള നടപടി ആയതുകൊണ്ട് സാധിക്കാതെ വന്നതാണ്. അപ്പോൾ എന്തായാലും കൃത്യമായിട്ടും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനും രാഹുൽ ഈശ്വറിനും പിന്തുണ കൊടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ജയിലിൽ നിന്നിറങ്ങുമ്പോൾ പൂമാലയിട്ട് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യം കിട്ടുമെന്നെന്തെങ്കിലും കരുതുന്നുണ്ടോ, പ്രതീക്ഷ? സൈബർ കേസുകളിൽ ഭൂരിഭാഗവും ജാമ്യം കിട്ടും. ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വർ തന്നെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങൾ സംസാരിക്കണം. പബ്ലിക്കിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തോട് എല്ലാവരും പറയുന്നത്, ഞാനും അങ്ങനെ തന്നെ പറയുന്നത്. ഞാൻ ഒരുപാട് കോടതികളിൽ നിന്ന് ജാമ്യം നേടിയിട്ടുണ്ട്. കാര്യം വീട്ടിലായിരിക്കും മിക്കവാറും, ഇതിപ്പോൾ കോടതിയിലായിരിക്കില്ല കൊണ്ടുപോകുന്ന, വൈകിട്ട് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ സംസാരിക്കണം. അങ്ങനെ ഞാൻ ജാമ്യം നേടിയിട്ടുണ്ട്. മനസ്സിലായില്ല? വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 പ്രാവശ്യം എന്നെ കൊണ്ടുപോയി. അതുമാത്രമല്ല വേറൊരു കേസിൽ ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാതിരുന്നപ്പോൾ എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ
ഞാൻ ഈ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ പോയി ജാമ്യം നേടിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഈശ്വർ ഇന്ന് അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ അദ്ദേഹം സ്ട്രെയിറ്റ് ആയിട്ട് പോയി മജിസ്ട്രേറ്റിനോട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ജാമ്യം ഉറപ്പാണ്. അല്ല എങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സമ്മർദ്ദത്തിൽ ചിലപ്പോൾ റിമാൻഡ് ചെയ്തു എന്ന് വെച്ചോളൂ, ഒരു 2-3 ദിവസത്തിനകം അദ്ദേഹത്തിന് ജാമ്യം കിട്ടും, ഉറപ്പാണ്. അദ്ദേഹത്തിന് അതൊരു അബദ്ധം പറ്റിയതാണെന്നാണ് ഞാൻ കാര്യം. നമ്മൾ ഈ പെട്ടെന്ന് ചെയ്യുന്നൊരു ചില കാര്യങ്ങൾ അത് ഒരുപക്ഷെ സൈബർ സെല്ലുമായിട്ട് അദ്ദേഹത്തിന് ബന്ധം ഉണ്ടായിരുന്നു കാണില്ല, മനസ്സിലായില്ല. ആ വീഡിയോ ഞാൻ ഇന്ന് രാവിലെ കണ്ടു. അപ്പം അഭിഭാഷകൻ ചില സമയം അത് കാര്യം ശരിയാണ്, ഇപ്പം അല്ലെങ്കിൽ അബദ്ധം പറ്റിയില്ലേ. അതുപോലെ തന്നെ ഇത്രയും അഡ്വക്കേറ്റാണ് രാഹുൽ ഈശ്വറിന്, കാര്യങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് പെട്ടെന്ന് ഞാൻ ഈ ഇതൊക്കെ ഒളിപ്പിക്കുകയാണെന്നുള്ള രീതിയിലാണ് ചെയ്തത്. അതൊരു മണ്ടത്തരമായി പോയി എന്നുള്ളത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് സൈബർ സെല്ലുമായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഞാനായിരുന്നെങ്കിൽ കൃത്യമായിട്ടും ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിക്കും, ഒളിപ്പിച്ചിട്ടുമുണ്ട്, പബ്ലിക്കിൽ പറയില്ല. അത് കറക്റ്റാണ്. നമുക്ക് സിമ്മൊക്കെ മാറ്റിയിട്ട് വേറൊരു മൊബൈൽ കൊടുക്കാമല്ലോ, അത് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇന്ന് വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാനും ഇപ്പോൾ ചാനൽ ചർച്ചകളിലും മറ്റിടത്തുമൊക്കെ ഞാനും വിമർശിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഇത് അജിത്തിനെയും കിട്ടിയിട്ടുണ്ട്, സൈബർ സെല്ലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യാം, ഇവർക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലോട്ട് പോകേണ്ട ഒരു കാര്യങ്ങളും ഇല്ല നിലവിൽ. വേണമെങ്കിൽ അവർ റിമാൻഡ് ചെയ്യാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു പരാജയമാണ്. കാരണം ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഞാനിത് പുറത്ത് വിടും, ഉറപ്പാണ്. എന്നിട്ട് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. കാരണം ഇതിപ്പോൾ രാഹുൽ ഈശ്വർ യഥാർത്ഥം പറഞ്ഞാൽ ഒരു പാവം മനുഷ്യന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്നാണ്. അബദ്ധം പറ്റിപ്പോയി. കാര്യം ഒരു ഡീറ്റെയിൽസും പുറത്ത് വിടാതെ അദ്ദേഹം ജയിലിൽ പോവുകയാണ്. പക്ഷേ ആ പെൺകുട്ടിയിലേക്ക് അതിജീവിതയിലേക്ക് എത്താനുള്ള ഒരു ലിങ്ക് കൊടുത്തത് രാഹുൽ ഈശ്വർ തന്നെയല്ലേ? അതിജീവിതയോ? ആരാണ് അതിജീവിതയൊക്കെ? അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, അല്ല അദ്ദേഹത്തിൻ്റെ ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് ഈ അതിജീവിത എന്നോ അല്ലെങ്കിൽ ഒരു ഇരയെന്നൊക്കെ പറയേണ്ട അദ്ദേഹമാണ്, അദ്ദേഹം രാഹുൽ മാങ്കൂട്ടും. ഇത് അതിജീവിത എന്ന് പറഞ്ഞാൽ ഇരയൊന്നുമല്ല, ഇരയും അതിജീവിതയൊന്നുമല്ല. അത് കുറച്ച് കുഴപ്പം പിടിച്ച ഒരു പെൺകുട്ടിയാണ്. അത് അങ്ങനെ പറഞ്ഞാൽ മതി. ഒരു യുവതി, അത്രയേ ഉള്ളൂ. ആ യുവതി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു വന്നല്ലേ അദ്ദേഹം വെളിപ്പെടുത്തിയത്. കല്യാണം കഴിഞ്ഞ് അദ്ദേഹം വെളിപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. ഇത്രയും എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടിയിട്ട് രാഹുൽ മാങ്കൂട്ടം എപ്പോഴെങ്കിലും പറഞ്ഞു? രാഹുൽ മാങ്കൂട്ടത്തിന് പറയാമായിരുന്നല്ലോ ഈ പെൺകുട്ടി വിവാഹിതയാണ്, അത് അറിഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയതെന്ന് പറയാമായിരുന്നു. അദ്ദേഹം അതും പറഞ്ഞിട്ടില്ല, മനസ്സിലായത്. അതൊക്കെ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അപ്പോൾ ഇവിടെ രാഹുൽ ഈശ്വർ ഈ സംഭവം അറിഞ്ഞു, ഏതോ വിധേന അറിഞ്ഞു. അദ്ദേഹം അത് പുറത്തു പറഞ്ഞു, വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. അപ്പോൾ പൊതുജനം മൊത്തത്തിൽ അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾ ഉൾപ്പെടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്ഷം നിന്നിട്ട്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ മൊത്തം, കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ പെൺകുട്ടി ഒരു ചെറിയൊരു ഫ്രോഡ് തരം ഉണ്ട് എന്ന് മനസ്സിലാവുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രാഹുൽ ഈശ്വർ പറഞ്ഞു ഇവൾ വിവാഹിതയാണ്. അപ്പോഴാണ് ഞാനും അറിയുന്നത്. അപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. വിവാഹിതമായിട്ടുള്ളൊരു പെണ്ണാണ്. 1 വർഷം പോലും തികയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മാസങ്ങളുടെ ഇത്, അല്ലെങ്കിൽ ആഴ്ചകളുടെ ഇത്, കാര്യം 4 ദിവസമേ ജീവിച്ചുള്ളൂ എന്ന് പുള്ളിക്കാരി തന്നെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 ദിവസത്തിനെ വെച്ച് അടുത്ത ഒരു ചെറിയൊരു പീഡനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല പോട്ടെ, ആ ഉടനെ വന്ന് ഒരു ജനപ്രതിനിധിയുമായിട്ട് ഇടപെടുകയാണ്. അദ്ദേഹമായിട്ട് ഇടപെട്ട് അതിലൊരു കുഞ്ഞ്, ഇതെന്താണ് വെള്ളരിക്കപ്പെട്ടണോ? ഇങ്ങനെ ആവശ്യപ്പെടുന്നത് രാഹുൽ തന്നെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ലല്ലോ, പോക്സോ വകുപ്പിൽ വരുന്നതല്ലല്ലോ, 18 വയസ്സിന് മുന്നേ വരുന്നതല്ലല്ലോ. ഇത് ഏകദേശം എൻ്റെ ഒരു 10, 25, 30 വയസ്സിനകത്തുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അറിവില്ലാത്തതാണോ? ഒരു മാധ്യമ പ്രവർത്തകയാണെന്നേ. ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അറിവില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്ക് ചില അറിവുകൾ വേണ്ടതുണ്ട്. ആ അറിവുകൾ എനിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ഇരിക്കാൻ യോഗ്യനല്ലല്ലോ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ ഈ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള സ്ത്രീക്ക് അറിയണം, അല്ലെങ്കിൽ സ്വന്തം താനൊരു പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് ആദ്യമേ അറിയണം. കാരണം സാധാരണഗതിയിൽ നമ്മുടെ സംസ്കാരം അനുസരിച്ച് വിവാഹം കഴിഞ്ഞിട്ടാണ് കുട്ടിയെ ഉണ്ടാക്കുന്നത്, അല്ലേ? ഇത് വിവാഹത്തിന് മുമ്പേ കുട്ടി ഉണ്ടാക്കിയിട്ട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാൽ അതെന്ത് അജണ്ടയാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഇവിടെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞിനെ ഉണ്ടാക്കാം. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വന്നിരിക്കട്ടെ, ഈ പെൺകുട്ടിയെ അത് സമ്മതിക്കേണ്ട കാര്യമുണ്ടോ? അത് സമ്മതിക്കേണ്ട കാര്യമല്ലല്ലോ. ഇന്ന് യഥാർത്ഥം പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 25 വയസ്സിനിടയ്ക്കുള്ള പെൺകുട്ടികളിൽ എയ്ഡ്സ് രോഗം കൂടുകയാണ്. അത് നിങ്ങൾക്കറിയോ? ഇതിനെക്കുറിച്ച് നമ്മൾ പത്രമാധ്യമങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്കാണ് എയ്ഡ്സ് വരുന്നത്. നമ്മൾ കുഞ്ഞു മക്കളല്ലേ, 18 വയസ്സ് മുതലാണ് പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് 15 വയസ്സ് മുതൽ 25 വയസ്സിനിടയ്ക്ക് ഉള്ള ആ കാലയളവിൽ 10 വർഷത്തിനിടയ്ക്ക് ഈ പെൺകുട്ടികൾക്ക് എയ്ഡ്സ് രോഗം കൂടുതലെന്നാണ്. അതിൽ കൂടി പയ്യന്മാർക്ക് ഒരുപാട് പേർക്കുണ്ടാവാം, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ്
ഇവിടെ ഈ ഇത്രയും അറിവും വിദ്യാഭ്യാസവും വിവരവും ഉള്ള ഒരു മാധ്യമ പ്രവർത്തക ഇങ്ങനെ ഒരു ജനപ്രതിനിധിക്ക് അതിൽ കൂടി ഒരു കുഞ്ഞുണ്ടാകുന്നു, അത് പബ്ലിക്കിൽ പറയുന്നു, പബ്ലിക്കിൽ ആ വോയിസുകൾ വിടുകയാണ്. ഇതൊക്കെ രഹസ്യമായിട്ട് വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായി അദ്ദേഹമായിട്ട് വിവാഹം കഴിക്കാൻ ശ്രമിക്കുക, അങ്ങനെ ചെയ്യണമായിരുന്നു. അതിനൊരു മാന്യത ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം വിവാഹം കഴിക്കുക, ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഈശ്വർ മനസ്സിലാക്കിയത് ഒരു വിവാഹബന്ധം ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിൽക്കില്ലായിരുന്നു. കാര്യം കണ്ടു പോകാനേ നോക്കൂ. ഏതൊരു പുരുഷനും ഒരു പെണ്ണുമായിട്ട് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, അവൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ശാരീരികമായിട്ട് ബന്ധപ്പെടും, എന്തെങ്കിലും പറഞ്ഞ് സ്കൂട്ടായി പോവും, അതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സ്കൂട്ടാകലല്ല നടന്നത് എനിക്കൊരു കുഞ്ഞ് വേണം. അപ്പോൾ അങ്ങനെ കുഞ്ഞുണ്ടായിട്ട് പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് തരികിടെ ആണെന്നുള്ളത്. മനസ്സിലായില്ലേ? പെൺകുട്ടികൾക്ക് നോ എന്ന് പറയാമെങ്കിൽ പുരുഷൻ നോ എന്ന് പറയാം, അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ ഗർഭചിത്രത്തിനടക്കം നിർബന്ധിക്കുന്ന ഒരു ഓഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് എ ഐ ഓഡിയോ അല്ല. പരിശോധിച്ചപ്പോൾ പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതായത് ഈ അതിജീവിതയുടെയും ഓഡിയോ തന്നെയാണ്. ശരി, ഞാൻ ചോദിക്കട്ടെ, ഈ ഓഡിയോ പുറത്ത് വന്നു എന്ന് പറയുന്നു. ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് ഈ മരുന്ന് അവരുടെ അണ്ണാക്കിൽ തള്ളിക്കൊടുത്തതാണോ? അല്ലല്ലോ. അല്ല, സ്വന്തമായിട്ട് കഴിച്ചതാണ്. സ്വന്തമായിട്ട് കഴിച്ച് ഗർഭചിത്രം ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? ആ പെണ്ണിന് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരു പെൺകുട്ടി ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലേ? ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല. അത് കൊലപാതക കേസാണ്. അതിന് കൊലപാതക കേസിൽ അദ്ദേഹത്തെ ആ പെൺകുട്ടി റിമാൻഡ് ചെയ്യണ്ടേ, കേസെടുക്കണ്ടേ? ഇപ്പോൾ കോടതി തന്നെ ചില കാര്യങ്ങളിൽ ഒരു തെറ്റായിട്ടുള്ള നയം പറഞ്ഞിട്ടുണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ പെണ്ണിന് തീരുമാനിക്കാം കുഞ്ഞിനെ പ്രസവിക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് തെറ്റായ ധാരണ. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പ്രസവിക്കണം, കാരണം അത് ജീവനാണ്. ഒരു കൊലപാതകമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ കൊലപാതകത്തിന് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, അല്ലേ? അതല്ലേ ചെയ്യേണ്ടത്? ഇപ്പോൾ എത്രയോ പെൺകുട്ടികൾ ഇപ്പോൾ ചവറ്റുകൊട്ടയിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിടുകയാണ്, ബാത്റൂമിൽ, ടോയ്ലറ്റിൽ. അപ്പോൾ ഇവർക്ക് എന്ത് മനസാക്ഷിയുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ കുട്ടികളെ, കുഞ്ഞു മക്കളെയാണ് ജന്മം കൊടുത്ത് അവർ നേരെ ചവറ്റുകൊട്ട ഇടുന്നത്. അതുമാത്രമല്ല, ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് ചവറ്റുകൊട്ട വലിച്ചെറിയുന്നു. ഒന്ന് ആലോചിക്കണം, ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഇതൊന്നുമല്ല. നമ്മൾ കുറച്ചുകൂടി നമ്മളെ നിയമം തുല്യത, ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ തുല്യത, നിയമത്തിന് തുല്യത വരുത്തണം. പെണ്ണിനായാലും ആണിനായാലും തുല്യത കൊണ്ടുവരികയാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു പുരുഷൻ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അവിടെ എന്താണ് നടക്കുന്നത് അത് പെണ്ണിനും കൊടുക്കണം. അപ്പോൾ പെൺകുട്ടികൾ തെറ്റ് ചെയ്യില്ല. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് കേസെടുത്ത് നോക്കിയാലും സ്ത്രീകളാണല്ലോ പ്രതികൾ കൂടുതൽ, അല്ലേ? എത്ര കേസുകളാണ് ഇങ്ങനെ പ്രതികളായിട്ട് സ്ത്രീകൾ വരുന്നത്. അപ്പോൾ അത് ഒരിക്കലും പാടില്ല. സ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ ശിക്ഷിക്കാൻ തയ്യാറാകണം. അങ്ങനെ ശിക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പിന്മാറും. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഒരു തെറ്റ് ചെയ്യാത്തത്? ഒരു കുട്ടിയെ കൊല്ലുവാനോ അല്ലെങ്കിൽ വേറൊരു രീതിക്കോ ഒരു തെറ്റ് ചെയ്യാത്തത് എന്നെ ശിക്ഷിക്കും, ഞാൻ പോയി ജയിലിൽ കിടക്കും, ഒരുപക്ഷെ ജീവപര്യന്തം വരെ ആയിരിക്കാം, അല്ലെങ്കിൽ 2 ജീവപര്യന്തം വരെ ആവാം, 14 28 വർഷം വരെ കിടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമായിട്ടാണ് ഞാൻ തെറ്റുകളിലോട്ട് പോകാത്തത്, അല്ലേ? അപ്പോൾ പുരുഷന്മാർ ബഹുഭൂരിപക്ഷം പേരും ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവേ ഉള്ളൂ. മനസ്സിലായില്ലേ? വളരെ കുറവേ ഉള്ളൂ. അതോടുകൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുരുഷന്മാർ, സ്ത്രീകൾ. അപ്പോൾ അത് ഒരിക്കലും വരാൻ പാടില്ല. സ്ത്രീകൾ അങ്ങനെ തെറ്റുകാരായിട്ട് നമ്മുടെ ഭാവിയിൽ നമ്മുടെ മക്കളാണ്, ബന്ധുക്കളാണ്, അവരെ നമ്മൾ സംരക്ഷിക്കേണ്ട ആ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ എല്ലാവരും, മാധ്യമങ്ങളെല്ലാവരും ഒന്നടങ്കം ഈ സ്ത്രീകൾ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു ശിക്ഷാവിധിയിലോട്ട് വരികയാണെങ്കിൽ ഇനി തെറ്റുകൾ കുറഞ്ഞു വരും. സ്ത്രീകളായിട്ട് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അയ്യോ, പുരുഷന്മാർക്ക് എവിടെ നീതി കിട്ടുന്നത്? എവിടെയെങ്കിലും കിട്ടുന്നോ? പുരുഷന്മാർക്ക് എവിടെയെങ്കിലും ഒരു നീതി കിട്ടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഒരു പെൺകുട്ടി അയാൾ തെറ്റ് ചെയ്തോ ഇല്ലെന്നല്ല, നേരെ ഒരു പരാതി, ഇപ്പോൾ താങ്കൾ തന്നെ എനിക്കെതിരെ ഒരു പരാതി കൊണ്ട് തരികയാണ്. പരാതി കൊണ്ട് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പം തന്നെ നടപടി ഉണ്ടാവുകയാണ്. എന്നെ കേസെടുക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു, പിന്നെ ഞാൻ ജയിലിൽ പോകുന്നു. ഞാൻ തെളിയിച്ച് വരണമെങ്കിൽ ഏകദേശം ഒരു 5 വർഷം എടുക്കും. ഈ 5 വർഷത്തിനിടയ്ക്ക് എൻ്റെ സമൂഹത്തിൽ ഒന്ന് ആലോചിച്ചുകൊണ്ട് എൻ്റെ കുടുംബം, എൻ്റെ ഫാമിലി, മറ്റുള്ള എല്ലാവരും, എൻ്റെ സുഹൃത്തുക്കൾ, ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേഡീസ്, ഇവരെല്ലാം ഞാൻ നല്ല ആളെന്ന് കരുതിയിരിക്കുന്നത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പക്കാ ക്രിമിനൽ. ഇനി മറ്റുള്ള വേറെ ഏതെങ്കിലും യുവാവാണെങ്കിൽ അവനൊരു ജോലിക്ക്, ഒരു കുഞ്ഞ് 10-20 വയസ്സായവനാണെങ്കിൽ അവനെ ഒന്ന് അടിച്ചു നോക്കാം, അവൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അടിച്ചു നോക്കിയാൽ അവൻ പോക്സോ കേസിലെ പ്രതിയായിരിക്കും, ഇല്ലേ? ഇന്ന് നമ്മൾ ഏതെങ്കിലും സ്കൂളിലും കോളേജിലും ഒക്കെ കയറുമ്പോൾ 18 വയസ്സ് തികയുന്നതിന് മുമ്പെയുള്ള പിള്ളേരും കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുകയും മറ്റുള്ള സ്കൂളിനകത്ത് വരെ നടക്കുന്ന ഒരുപാട് വീഡിയോസ് എനിക്ക് കിട്ടാറുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇവരൊക്കെ, ഈ പെൺകുട്ടികൾ
10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞ് ഇവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അറസ്റ്റാണ്. പോക്സോ കേസിൽ അവൻ പ്രതിയാണ്. അവൻ ചിലപ്പോൾ അതിനുശേഷം വിവാഹം കഴിച്ചിരിക്കും, അവൻ്റെ മക്കളുണ്ടാവാം. ഇന്നലെ എന്നെ ഒരു അമ്മ വിളിച്ച് കരഞ്ഞ് പറഞ്ഞൊരു കാര്യമാണ്. കണ്ടക്ടറാണ് മകന്. അയാൾക്ക് 2 മക്കളുണ്ട്. ഒന്ന് PG ക്ക് പഠിക്കുന്നു, ഒന്ന് +2. ഈ +2 പഠിക്കുന്ന ഇളയ പെൺകുട്ടിയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി ഈ മാറിടത്തിൽ, അദ്ദേഹം കണ്ടക്ടറാണ്, ഉള്ള ബസ്സാണ്, കൈമുട്ട് ആരിനാടാണ് ഇവരുടെ വീട്, മങ്ങാട് ആര്യനാട്. അപ്പോൾ ഈ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ശിക്ഷിച്ചിരിക്കുകയാണ്. റിമാൻഡ് കഴിഞ്ഞു പോട്ടെ, അദ്ദേഹം ഒരുവിധമൊക്കെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് ഇപ്പോൾ 5 വർഷവും 25,000 രൂപയും ശിക്ഷിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചാൽ ഇനി അദ്ദേഹത്തിന് ജോലി പോയി. കേസിൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ജോലി പോകും, സ്വാഭാവികമായിട്ട് പോകും. ഇവിടെ അദ്ദേഹത്തിൻ്റെ ജോലി പോയി. നാട് മുഴുവൻ ഈ 2 പെൺകുട്ടികളുടെ മക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കും ഇയാൾ? PG ക്ക് പഠിക്കുന്നു, +2 പഠിക്കുന്ന 2 കുട്ടികൾ, മനസ്സിലായില്ലേ? ആ കുട്ടികളുടെ ഇളയ കുട്ടിയുടെ പ്രായമുള്ള പെൺകുട്ടിയാണ് മാറിടത്തിൽ കൈമുട്ട് വെച്ച് സ്പർശിച്ചു എന്ന് പറയുന്നത്. ഒന്ന് ആലോചിക്കണം. അപ്പോൾ ആ അച്ഛൻ്റെ, ഇതുപോലുള്ള അച്ഛന്മാർ എന്തുമാത്രം ഇനി സ്വന്തം മക്കളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കുന്ന അമ്മമാരുണ്ട്. മിക്കവാറും ഡിവോഴ്സിന് കേസ് നടക്കുന്ന അടുത്താണ് ഇത് വരുന്നത്. അവിടെ വരുമ്പോൾ അവർക്ക് വിജയിക്കാൻ ഒന്നുമില്ല എന്ന് കാണുമ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അച്ഛൻ മകളെ പീഡിപ്പിച്ചു എന്ന് പറയും. ഈ ഒരു ദാക്ഷിണ്യമില്ല പറയണം. അമ്മമാർക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? അങ്ങനെയാണ്, ഉടനെ പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വീണ്ടും പോക്സോ കേസ് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം ജയിലിലാവുന്നു. പിന്നെ ഇദ്ദേഹം ഇത് തെളിയിക്കാൻ വേണ്ടി 10-20 വർഷം അദ്ദേഹം കയറി ഇറങ്ങണം. ഇനി തെളിയിച്ചാലും അദ്ദേഹത്തിന് ആ റീമാർക്ക് മാർക്കില്ല. ഇത് നമ്മുടെ ഇവിടെ പുരുഷന്മാരെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പീഡനമാണ്. അത് മാറിക്കിട്ടണം. ഈ പീഡനം അവസാനിക്കണം. അതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ശ്രമിക്കും. ജാമ്യത്തിൽ ഇറക്കിയതിന് ശേഷം അതിന് പൂമാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുവന്ന് മിക്കവാറും 2-3 ദിവസം, ഇതൊന്നും കൂടുതൽ ദിവസവും കിടക്കില്ല. ഇന്ന് തന്നെ ജാമ്യം കിട്ടേണ്ടതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം മജിസ്ട്രേറ്റിനോട് സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ജാമ്യം കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ 2-3 ദിവസത്തിനകത്ത്. കാര്യം ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസുണ്ടല്ലോ, പലരും പറഞ്ഞു ഒരു റിമാൻഡ് കിടക്കേണ്ടി വരും, എന്ന് വെച്ചാൽ 14 ദിവസമെങ്കിലും കിടക്കേണ്ടി വരുമെന്ന്. അത് നമ്മുടെ രാഹുൽ ഈശ്വറും പറഞ്ഞ കേസാണ്. പക്ഷേ ഞാൻ കൈരളി ചാനലിൽ ചർച്ചയിൽ പറഞ്ഞു 2 ദിവസം, 2-3 ദിവസം, പിന്നീട് അവധിയൊക്കെ ആയതുകൊണ്ട് 4 ദിവസം എടുത്തു, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ തിങ്കളാണ്, ഇനി അവധിയൊന്നുമില്ല. ബുധനാഴ്ചയ്ക്കകം ഒരു 2-3 ദിവസത്തിനകം ജാമ്യം കിട്ടും. ഞങ്ങൾ പൂമാലയിട്ട് സ്വീകരിച്ച് അദ്ദേഹത്തെ കൊണ്ടുവരും. രാഹുൽ മാങ്കൂട്ടത്തിലിനെയും രാഹുൽ ഈശ്വറിനെയും പൂമാലയിട്ടായിരിക്കും അടുത്ത ദിവസങ്ങളിൽ മെൻസ് അസോസിയേഷൻ സ്വീകരിക്കുക എന്നാണ് വട്ടിയൂർക്കാവ് അജിത്ത് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏറിയാൽ 2 ദിവസം കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും എല്ലാ വിധത്തിലുള്ള ഒരു സംരക്ഷണവും രാഹുൽ ഈശ്വറിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും ഒരുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയാനുസ്, തിരുവനന്തപുരം.